ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ SUVs ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് 15 വണ്ടികളുണ്ട്. ടോപ്പ് 15 സെയിൽസ് ആണ് നോക്കുന്നത്. ആൻഡ് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് സെയിൽസ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. ഈ വണ്ടി അവർ പഞ്ചിൻ്റെ കോമ്പറ്റീഷനിൽ ഇറക്കിയതാണെങ്കിലും അത്രയൊന്നും സെയിൽ ഈ വാഹനത്തിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം 5873 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നത്. 2024 ജൂണിൽ 6908 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1035 വാഹനങ്ങളുടെ വ്യത്യാസം 14.98% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഏകദേശം 12,000 to 18,000 ഇടയിലൊക്കെയാണ് സെയിൽ വരാറ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുറവാണ്. ഇനി അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV700 ആണ്. ഇതിന് ഇനിയിപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ പെൻഡിങ് ആണ്, പക്ഷെ എന്നാലും ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇവർ വണ്ടി വെക്കുന്നുണ്ട്. 6198 ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത് സെയിൽ. 2024 ജൂണിൽ 5928 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 270 വാഹനങ്ങളുടെ വ്യത്യാസവും 4.55% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ പൊതുവേ ഇതിന് ചില മാസങ്ങളിൽ 8,000, 9,000, 10,000 വെച്ചൊക്കെ സെയിൽ വരാറുള്ളതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5,000, 6,000 എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറവാണ്. പക്ഷേ ഇതിൻ്റെ സെഗ്മെൻറ്റിലുള്ള ബാക്കി വണ്ടികളെല്ലാം ഒരു 2,000, 3,000, 6,000 മാക്സിമം പോകാറ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഗംഭീര സെയിലാണ്. പക്ഷേ മഹീന്ദ്രയുടെ ഇതിന് മുന്നേയുള്ള റെക്കോർഡ്സ് വെച്ച് നോക്കുമ്പോഴാണ് കുറവായിട്ട് തോന്നുന്നത്. ഇനി നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സോണറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 6,658 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ജൂണിൽ 9,816 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് നമുക്കിവിടെ 32.17% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിസിലെ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒരു വണ്ടി ഇതാണ്. ആൻഡ് നമുക്കറിയാം ചില മാസങ്ങളിൽ കിയയുടെ സെയിൽസ് വെച്ച് നോക്കുമ്പം ഒന്നെങ്കിൽ സോണറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സെൽട്ടോസ് ആയിരിക്കും കൂടുതൽ. ചില മാസങ്ങളിൽ രണ്ടിനും കുറവും വരാറുണ്ട്. എന്തായാലും ഈ ലിസ്റ്റിൽ സെൽട്ടോസ് ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ സോണറ്റാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര ആണ്. ഇതിന് കഴിഞ്ഞ മാസം 6,828 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 ജൂണിലും 9,679 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 2,851 വാഹനങ്ങളുടെ വ്യത്യാസവും 28.46% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും മൂന്നാമത് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്ന വാഹനം നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ അല്ല, ഇത് നാലാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്ന വാഹനമാണ്. പക്ഷേ ആക്ച്വലി വലിയ വ്യത്യാസമൊന്നുമില്ല. 1, 2, 3, 4 മെയിനായിട്ട് 2, 3, 4 ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ തന്നെയാണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കണക്കിൽ കിടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം. എനിവേ നമ്മുടെ ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 6,858 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ജൂണിൽ ഇതിനും 9,890 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ 3,032 വാഹനങ്ങളുടെ വ്യത്യാസം 30.66% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. സോ ഇപ്പോൾ ഏകദേശം ഗ്രാൻഡ് വിറ്റാരയും വെന്യൂവും സോണറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV3X ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 7,089 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. പൊതുവേ ഇതിന് എപ്പോഴും കറക്റ്റ് സംഖ്യയാണ് വരാറ്. 8,000, 9,000, 8,500, 8,700, 7,000 അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും കഴിഞ്ഞ മാസം അതിലൊരു വ്യത്യാസം വന്ന് 7,089 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 2024 ജൂണിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8,500 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 1,411 വാഹനങ്ങളുടെ വ്യത്യാസം 16.6% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് എടുക്കുമ്പം വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബാക്കിയുള്ള വണ്ടികളിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ സെയിൽ 9,000 നിന്ന് 7,000 വന്നു. ഏതായാലും ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ്. കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഹൈറൈഡറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയതായിരിക്കുന്നത്. രണ്ടും ടൊയോട്ടയുടെ പ്ലാനിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സുസുക്കിയുടെ വണ്ടികളാണെങ്കിലും ടൊയോട്ടയുടെ പവർ ട്രെയിൻ ഒഴികെ, അതായത് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഒഴികെ. ഏതായാലും ഇതിന് കഴിഞ്ഞ മാസം 7,462 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. 2024 ജൂണിൽ 4,275 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 3,187 വാഹനങ്ങളുടെ വ്യത്യാസം 74.55% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പൊതുവേ ഹൈറൈഡറിന് എപ്പോഴും ഈ ഒരു 4,000, 5,000 വെച്ച സെയിൽ വരാറുള്ളൂ. കഴിഞ്ഞ മാസമാണ് ഇത്രയും കൂടിയത്. ഇനി നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ബൊലേറോ നിയോ രണ്ടിൻ്റെയും കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 7,478 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. 2024 ജൂണിൽ 7,365 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജസ്റ്റ് 113 വാഹനങ്ങളുടെ വ്യത്യാസം 1.53% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങൾക്കും ഈ ഒരു സീരീസിൽ വരുന്ന വണ്ടികൾക്കും ഇയർ ഓൺ ഇയർ ബേസിസിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15 മഹീന്ദ്രയുടെ പുതിയ ജനറേഷൻ പ്ലാറ്റ്ഫോമിൽ താർ സ്പോർട്ട് അല്ലെങ്കിൽ ബൊലേറോ നിയോയുടെ പുതിയ ജനറേഷൻ മോഡലൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അതേതായാലും നമുക്ക് കണ്ടറിയും എന്താവും എന്നുള്ളത്. ഇനിയും അടുത്ത മാസം ആണല്ലോ അത് വരുന്നത്. മെയിനായിട്ട് പുതിയ പ്ലാറ്റ്ഫോമാണ്, വണ്ടി ഏതാണെന്നുള്ള നമുക്കറിയില്ല. ഇനി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മഹീന്ദ്രയുടെ താർ റോക്സും ആണ്. ഇതിന് 9,542 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. 2024 ജൂണിൽ 5,376 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 4,166
56 വാഹനങ്ങളുടെ വ്യത്യാസവും 77.49% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടികൾ ഇതാണ്. ആൻഡ് ഇത് താർ റോക്സ് 3 ഡോർ രണ്ടിൻ്റെയും കമ്പൈൻഡ് സെയിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സെയിൽ വരുന്നത്. ബട്ട് സ്റ്റിൽ 10,000-ത്തിനടുത്ത് സെയിൽ ഉണ്ടെന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. കഴിഞ്ഞ മാസം 9,715 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂണിൽ 9,688 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. സോ 127 വണ്ടികളുടെ വ്യത്യാസം 1.31%-ന്റെ ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും മന്ത് ഓൺ മന്ത് ഇയർ ഓൺ ഇയറിൽ അത്യാവശ്യം കൺസിസ്റ്റൻറ്റ് സെയിലാണെന്ന് പറയാം. പക്ഷേ ഈ വണ്ടിക്ക് ചില മാസങ്ങളിൽ 12,000, 15,000 ആ റേഞ്ചിലൊക്കെ സെയിൽ പോകാറുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ടാറ്റയുടെ പഞ്ചാണ്. പഞ്ച് EV എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞ മാസം 10,446 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ജൂൺ 2024 18,238 വാഹനങ്ങൾ സെയിലും കിട്ടിയതായിരുന്നു. 7,792 വാഹനങ്ങളുടെ വ്യത്യാസവും 42.72% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ആൻഡ് ഇത് ഹൈ വോളിയം സെയിൽസ് ആണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ വ്യത്യാസം അത്യാവശ്യം കൂടുതലാണ്. 8,000-ത്തിനടുത്തൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ വ്യത്യാസമൊന്നുമല്ല. ഈ വർഷത്തിൻ്റെ തുടക്കം തൊട്ടാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് കാണാൻ സാധിച്ചത്. അതായത് നെക്സോണിൻ്റെ സെയിൽ കൂടെയും പഞ്ചിൻ്റെ സെയിൽ കുറയും. 4th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11,602 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2024 ജൂണിൽ 12,066 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. പൊതുവേ 2024 നെക്സോൺ ഈ 12,000-ത്തിനുള്ളിലാണ് സെയിൽ കിട്ടാറ്. പഞ്ചിന് ഏകദേശം ഒരു 16,000 to 18,000, 19,000 ആ റേഞ്ച് വരെ സെയിൽസ് കിട്ടാറുണ്ട്. 25 തുടങ്ങിയപ്പോൾ തൊട്ട് പഞ്ചിൻ്റെ സെയിൽ 10,000 to 12,000, 13,000 ആ റേഞ്ചിലേക്ക് താഴാൻ തുടങ്ങി. നെക്സോണിൻ്റെ സെയിൽ ഒരു കാലം വരെ 14,000, 15,000 വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെയും താഴ്ന്നെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കിപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെക്സോണിന് 464 വാഹനങ്ങളുടെ വ്യത്യാസവും 3.85% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നും അതുപോലെ ക്ലാസിക് രണ്ടും കൂടെയാണ്. 12,740 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. 2024 ജൂണിൽ 12,307 വാഹനങ്ങൾ സെയിലും വന്നായിരുന്നു. സോ 433 വാഹനങ്ങളുടെ വ്യത്യാസവും 3.52% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് പറയും. ആൻഡ് ഇതിൻ്റെ സൈസും പ്രൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സെയിൽ തന്നെയാണ്. ചില സമയങ്ങളിൽ 15,000 വരെയൊക്കെ സെയിൽ പോകാറുണ്ട്. പക്ഷെ എന്നാലും 12,000 ഒരിക്കലും മോശമല്ല. അതുപോലെ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,507 വാഹനങ്ങൾ സെയിൽ വന്നിട്ടുണ്ട്. 2024 ജൂണിൽ 13,172 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 1,335 വാഹനങ്ങളുടെ വ്യത്യാസവും 10.14% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ഒന്നും കുഴപ്പമില്ല, സെയിലാണെങ്കിലും 14,000-ന് മുകളിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് സപ്പോമീറ്റർ SUV ബ്രസ തന്നെയാണ്. ഇനി SUVസിൻ്റെ ലിസ്റ്റിലെ നമ്പർ 1ഉം കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും കറക്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും. 15,786 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 ജൂണിൽ 16,293 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 507 വാഹനങ്ങളുടെ വ്യത്യാസവും 3.11% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എഗൈൻ ഈ വണ്ടി ഇപ്പോൾ കുറേ കാലമായിട്ട് അത്യാവശ്യം നന്നായിട്ട് വിൽക്കാറുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം മിക്ക വാഹനങ്ങളുടെയും പ്രൊഡക്ഷൻ ഇത്തിരി കുറഞ്ഞു. അതുകൊണ്ടാണ് 16,000-ന് താഴെ സെയിൽ വന്നിട്ടും കറക്റ്റ് നമ്പർ 1 ആവാൻ സാധിച്ചത്. SUVസിൻ്റെ കേസിലാണെങ്കിലും ഓവറോൾ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിലും. എന്തായാലും കഴിച്ചതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 15 SUVസിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എന്തെങ്കിലും ചില ആക്സസറീസ് ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.